T20 വേൾഡ് കപ്പ് സൂപ്പർ 8-ൽ ഇന്ത്യക്ക് തുടർച്ചയായി രണ്ടാം വിജയം. അയൽക്കാരായ ബംഗ്ലാദേശിനെതിരെ 50 റൺസിൻ്റെ വമ്പൻ വിജയമാണ് ഇന്ത്യ പിടിച്ചെടുത്തത്. ഇന്ത്യ നേടിയ 196-ന് 5 എന്ന സ്കോർ പിന്തുടർന്ന ബംഗ്ലാ കടുവകൾക്ക് 146-ന് 8 എന്ന സ്കോറിലെത്താനേ കഴിഞ്ഞുള്ളൂ. ബാറ്റും കൊണ്ടും ബോളും കൊണ്ടും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഹാർദിക് പാണ്ഡ്യയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഈ വിജയത്തോടെ 2 മത്സരത്തിൽ നിന്നും 4 പോയിന്റുമായി ഇന്ത്യ സെമിഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ടോസ് നേടിയ ബംഗ്ലാദേശ് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. രോഹിത്തും കോഹ്ലിയും ചേർന്ന് പതിവിന് വിരുദ്ധമായി തകർപ്പൻ തുടക്കമാണ് ഇന്ത്യക്ക് നൽകിയത്. എന്നാൽ അമിതാവേശം വിനയായ രോഹിത് 4-ാം ഓവറിൽ ഷക്കീബിന് മുമ്പിൽ കീഴടങ്ങി. 11 പന്തിൽ 3 ഫോറും 1 സിക്സും ഉൾപ്പെടെ 23 റൺസ് നേടിയിരുന്നു. തുടർന്ന് കോഹ്ലി പന്ത് സഖ്യം അതിവേഗം സ്കോർ ചെയ്ത് റൺസ് ഉയർത്തിയെങ്കിലും അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് കോഹ്ലിയും വിക്കറ്റ് നഷ്ടമാക്കി. 28 പന്തിൽ 1 ഫോറും 3 സിക്സും ഉൾപ്പെടെ 37 റൺസായിരുന്നു കോഹ്ലി നേടിയത്. നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ച സൂര്യകുമാർ തുടങ്ങിയെങ്കിലും തൊട്ടടുത്ത പന്തിൽ പുറത്തായി. വമ്പനടികൾ പുറത്തെടുത്ത പന്ത് ഒരിക്കൽ കൂടി ടീമിന് ഗുണകരമായ ഇന്നിംഗ്സ് കളിച്ചു മടങ്ങി. 24 പന്തിൽ 4 ഫോറും 2 സിക്സും ഉൾപ്പെടെ 36 റൺസ് നേടിയിരുന്നു. ഒരറ്റത്ത് തകർത്തടിച്ച ഹാർദിക് ദുബൈയുമായി ചേർന്ന് സ്കോർ 150 കടത്തി. 18-ാം ഓവറിൽ ദുബൈ പുറത്താകും മുമ്പ് 34 റൺസ് നേടി ടീമിലെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. 26 പന്തിൽ 50 നേടിയ പാണ്ഡ്യയുടെ വെടിക്കെട്ട് പ്രകടനത്തോടെ 196-ന് 5 എന്ന സ്കോറിൽ ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിച്ചു. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ബംഗ്ലാദേശ് കരുതലോടെയാണ് ഇന്ത്യൻ ബൗളിങ്ങിനെ നേരിട്ടത്. 5-ാം ഓവറിൽ ഹാർദിക് പാണ്ഡ്യയാണ് ബംഗ്ലാദേശിൻ്റെ ആദ്യ വിക്കറ്റ് വീഴ്ത്തിയത്. പൊരുതി നിന്ന് തൻസീദ് ഹസനെ പുറത്താക്കി കുൽദീപ് യാദവ് ഇന്ത്യക്ക് 2-ാം വിക്കറ്റ് സമ്മാനിച്ചു. തുടർന്ന് ശക്തമായ ബൗളിംഗ് പ്രകടനത്തിലൂടെ ബംഗ്ലാ ബാറ്റർമാരെ വരിഞ്ഞു മുറുക്കിയ ഇന്ത്യ മത്സരത്തിൽ പിടിമുറുക്കി. ഷക്കീബ് അൽ ഹസൻ ഒരിക്കൽ കൂടി പരാജയമായി മാറി. കുൽദീപ് യാദവിന് വിക്കറ്റ് നൽകി മടങ്ങുകയായിരുന്നു. നായകൻ ഷാൻഡോ പൊരുതി നേടിയ 40 റൺസിൻ്റെ മികവിൽ 146-ന് 8 എന്ന നിലയിൽ ബംഗ്ലാദേശ് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. ഉജ്ജ്വല ബൗളിംഗ് ഫോം തുടരുന്ന ബുംറ 4 ഓവറിൽ 13 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് നേടി. 4 ഓവറിൽ 19-ന് 3 വിക്കറ്റ് നേടിയ കുൽദീപും ബൗളിങ്ങിൽ മികച്ചു നിന്നു. കളിച്ച 2 മത്സരങ്ങളും പരാജയപ്പെട്ട ബംഗ്ലാദേശ് സെമി കാണാതെ പുറത്തായി. ജൂൺ 24-ന് ഓസ്ട്രേലിയക്കെതിരെയാണ് ഇന്ത്യയുടെ സൂപ്പർ 8-ലെ അവസാന മത്സരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.